ഹലോ എവരി വൺ. ഐ+ൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ജാനുവരി 2026 കേരള സെറ്റിൻ്റെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നതായിരുന്നു. നമ്മൾ 38 ക്വസ്റ്റ്യൻ വരെ കംപ്ലീറ്റ് ചെയ്തു. So that's the 39th question. The mean momentum of a nucleon in a nucleus with mass number A varies as dash. ലൈക്ക് ഇതുപോലത്തെ ഒരു ഓപ്ഷൻസും തന്നിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷേ ന്യൂക്ലിയസിൻ്റെ വേറൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ന്യൂക്ലിയസിൻ്റെ റേഡിയസിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതായത് ന്യൂക്ലിയസിന് നമുക്കറിയാവുന്ന ഇക്വേഷനാണ് R=R0 A⁻1/3. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ വേറൊരു സാധനം കൂടെ പറഞ്ഞുതരാം. ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് Δx.Δp > h²/2. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈക്വൽ ടു തന്നെ ഇട്ട് വെച്ചേക്കാം. പൊസിഷൻ്റെ അൺസർട്ടനിറ്റി കൂടിയാൽ മൊമെൻറ്റത്തിൻ്റെ അൺസർട്ടനിറ്റി കുറയും. ഇവർ തമ്മിൽ ഒരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ബന്ധമാണ്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. പൊസിഷൻ്റെ അൺസർട്ടനിറ്റി കൂടിയാൽ മൊമെൻറ്റത്തിൻ്റെ അൺസർട്ടനിറ്റി കുറയും. പൊസിഷൻ്റെ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് റഫായിട്ട് പറയുകയാണെങ്കിൽ അത് ന്യൂക്ലിയസിൻ്റെ റേഡിയസ് ആണ്. സപ്പോസ് ഇപ്പം ഒരു L വിട്ടുള്ളൊരു ബോക്സ് എടുക്കാമെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ പൊസിഷൻ്റെ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് L റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ന്യൂക്ലിയസിൻ്റെ കാര്യം വരുമ്പോൾ അതിൻ്റെ പൊസിഷൻ്റെ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റേഡിയസ്. ഓക്കെ, അപ്പം പൊസിഷൻ്റെ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു A⁻1/3. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റത്തിൻ്റെ അൺസർട്ടനിറ്റി എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ടു A⁻−1/3. ഞാൻ പറഞ്ഞില്ല ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. ദ മീൻ മൊമെൻറ്റം ഓഫ് എ ന്യൂക്ലിയോൺ ഇൻ എ ന്യൂക്ലിയസ് വിത്ത് മാസ് നമ്പർ A varies as A⁻−1/3. നോക്കിയാലോ. ഓക്കെ, question number 40. Calculate the distance of the closest approach when proton of energy 1 mega electron volt undergo Rutherford scattering by a nucleus Z is equal to 79. ഓപ്ഷൻസും തന്നിട്ടുണ്ട്. എല്ലാം പല പല യൂണിറ്റ്സിലാണ്. നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ആണ്. ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ ഒരു മിനിറ്റ്, അത് ക്വസ്റ്റ്യൻ നമ്പർ 40 ആണ്. ഓക്കെ, അപ്പം ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി ലൈക്ക് അറിയാമല്ലോ അല്ലേ, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. അപ്പോൾ ആ സമയത്ത് എന്ത് പറ്റുന്നാൽ കൈനറ്റിക് എനർജി ബിക്കംസ് ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതാൻ പോകുന്നതെന്ന് വെച്ചാൽ 1/4πε0 Z1 Z2 E²/R. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. Z1 അവർ ക്വസ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ, പ്രോട്ടോൺ എന്നൊരാളുടെ പറഞ്ഞില്ലേ, പ്രോട്ടോണിൻ്റെ അറ്റോമിക് നമ്പർ Z is equal to 1. ഓക്കെ, ആൻഡ് Z2 എന്ന് പറയുന്നത് അവർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 79. ഓക്കെ, 79 തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇനി 1/4πε0യുടെയും E² ഒക്കെ വാല്യൂ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവേ. അപ്പം E is equal to 1/4πε0 E² വാല്യൂ ഫെംറ്റോമീറ്ററിൽ വരുമ്പോൾ 1.44 ഫെംറ്റോമീറ്റർ ആണ്. അപ്പം ആൻസർ എന്ത് വരുമെന്ന് അറിയാവോ? E is equal to 1.44 times 1 times 79/R. എനർജി ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന്. ഓക്കെ, അപ്പോൾ അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ E is equal to നമുക്ക് ആറാണ് വേണ്ടത്. അപ്പോൾ R is equal to 1.44 into 79/1. ഓക്കെ, ഇതന്നെയാണോ? ആണ്. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ വരുന്നത് 113.76 ഫെംറ്റോമീറ്റർ ആണ്.
നമുക്ക് അങ്ങനെ ഷാർപ്പ് ഒരു ആൻസർ ഞാൻ കാണിച്ചു തരാം. ഓപ്ഷൻസ് 113.76 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 113.76 എന്ന് പറയുന്നത് 113.8 എന്ന് പറയുന്ന രീതിയിൽ തന്നിട്ടുണ്ട് ഫെംറ്റോമീറ്റർ. Moving on to question number 41. The baryon number of electron, the lepton number of proton, the lepton number of electron and the baryon number of proton are respectively. ഇത് ഭയങ്കര കുഴപ്പിച്ച് ചോദിച്ചിരിക്കുകയാണ്. നമുക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ ഓപ്ഷൻ ഏത് വേണേലും ആവാം. നിങ്ങൾക്ക് അപ്പോൾ ഓർത്തിരിക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇത് ക്വസ്റ്റ്യൻ നമ്പർ 41 ആണ്. ബാരിയോൺസ് എന്ന് പറയുന്നത് അവിടെ തന്നെ എഴുതാം, അപ്പം മനസ്സിലാവും. ബാരിയോൺസ് എന്ന് പറയുന്നത് ഹെവി പാർട്ടിക്കിൾസ് ആണ്. അതായത് ബാരിയോൺസിൻ്റെ എക്സാമ്പിളാണ് പ്രോട്ടോണും ന്യൂട്രോണും. ബാരിയോണിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ബാരിയോണിന് ബാരിയോൺ നമ്പർ 1ഉം ലെപ്റ്റോൺ നമ്പർ 0 ആണ്. ഇനി അതുപോലെ തന്നെ നമ്മളോട് വേറെ ആളുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്, ലെപ്റ്റോണിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ലെപ്റ്റോൺസിൻ്റെ കാര്യത്തിൽ ലെപ്റ്റോൺ നമ്പർ 1ഉം ബാരിയോൺ നമ്പർ 0ഉം ആണ്. അതിൻ്റെ എക്സാമ്പിളാണ് ഇലക്ട്രോണും ന്യൂട്രീനോയും ഒക്കെ. ഓക്കെ, അപ്പോൾ ഇത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നമുക്കപ്പോൾ ചെയ്ത് നോക്കാം. ആദ്യം അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബാരിയോൺ നമ്പർ ഓഫ് ഇലക്ട്രോൺ. ബാരിയോൺ നമ്പർ, ഇലക്ട്രോണിൻ്റെ ബാരിയോൺ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് 0. അപ്പോൾ 0 വരുന്ന ഓപ്ഷൻ ഏതൊക്കെയുണ്ട്? ഒരെണ്ണേ ഉള്ളൂ, എന്നാലും ബാക്കിയോട് ചെയ്യാം. ദ ലെപ്റ്റോൺ നമ്പർ ഓഫ് പ്രോട്ടോൺ, പ്രോട്ടോണിൻ്റെ ലെപ്റ്റോൺ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് 0. അടുത്തത് ദ ലെപ്റ്റോൺ നമ്പർ ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിൻ്റെ ലെപ്റ്റോൺ നമ്പർ 1 ആണത്. അടുത്ത് ഇനി ആരുടെയാ? ബാരിയോൺ നമ്പർ ഓഫ് പ്രോട്ടോൺ, പ്രോട്ടോണിൻ്റെ ബാരിയോൺ നമ്പർ, പ്രോട്ടോണിൻ്റെ ബാരിയോൺ നമ്പർ 1. ഓപ്ഷൻ 0011 വരുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, question number 42. The carbon-14 nuclide in an antique wooden decorative piece is measured to have a specific activity of 3/5 of that in freshly fallen trees. Half-life of carbon-14 is 3010 years. How old the wooden item is dash years. Okay, അപ്പം നമ്മളോട് ഇതിനകത്ത് ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതിയെടുക്കുക കേട്ടോ. ആക്ടിവിറ്റി എന്നിട്ടുണ്ട്, അതായത് ആക്ടിവിറ്റി ഞാൻ മറ്റേ ബോർഡ് ചെയ്യാം, പക്ഷേ ഇൻഫർമേഷൻ ഒന്ന് എഴുതുവാണ്. അപ്പോൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത് 3/5 ഓഫ് ദാറ്റ് ഇൻ ഫ്രഷ്ലി ഫോളൻ ട്രീസ്, ദാറ്റ് ഇൻ ഫ്രഷ്ലി ഫോളൻ ട്രീസ് അത് വന്നിട്ടുണ്ട്. പിന്നെ ടി ഹാഫ് വന്നിട്ടുണ്ട്, ഹാഫ് ലൈഫ് വന്നിട്ടുണ്ട്. ടി ഹാഫ് ഇസ് ഈക്വൽ ടു 3010 എന്ന് തന്നിട്ടുണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രായമാണ് ചോദിച്ചേക്കുന്നത്. ചെയ്താലോ? ഇത് വേണ്ട. ക്വസ്റ്റ്യൻ നമ്പർ 42. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ എഴുതുവാണ്. എ ഇസ് ഈക്വൽ ടു 3/5 A0 ആൻഡ് ടി ഹാഫ് ഇസ് ഈക്വൽ ടു 3010 ഇയേഴ്സ്. 3010 ഇയേഴ്സ്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇനി ഒന്ന് എഴുതിയാലോ? നമുക്ക് ഇവർ രണ്ടുപേരും കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഇക്വേഷൻ അറിയാലോ. എ ഇസ് ഈക്വൽ ടു A0 e⁻ λt. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലാവുമല്ലോ, e⁻ λt എന്ന് പറയുന്നത് 3/5 ആണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്കിനി അയാളെ വെച്ചൊന്ന് ഡീൽ ചെയ്ത് നോക്കിയാലോ. ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693/λ. ലാംഡ എടുത്താലോ? ലാംഡ എന്ന് പറഞ്ഞാൽ എന്താ? ലാംഡ. ഓക്കെ, നമുക്ക് ഇത് ചെയ്യാം. അതായത് ഇതിൻ്റെ ലോഗ് എടുത്താൽ എന്ത് കിട്ടും? ഇതിൻ്റെ ലോഗ് എടുത്താൽ ലാംഡ ടി ഇസ് ഈക്വൽ ടു 5/3 എന്ന് വരും. ഓക്കെ, ലാംഡ ടി ഇസ് ഈക്വൽ ടു ലോഗ് അല്ല, നാച്ചുറൽ ലോഗ് എടുത്താൽ ഒരു മിനിറ്റ്.
ലാംഡ ടി ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗറിതം 5/3 എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ലാംഡ അല്ലേ വേണ്ടേ, അല്ല ടി വേണ്ടേ, വയസ്സല്ലേ വേണ്ടേ. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗറിതം 5/3 ഇൻറ്റു 1/λ. നമുക്കപ്പോൾ അവിടുന്ന് 1/λ എടുക്കാം. അപ്പോൾ 1/λ എന്ന് പറയുന്നത് ടി ഹാഫിൻ ഡിവൈഡഡ് ബൈ 0.693 ആണ്. അതായത് 3010 ഡിവൈഡഡ് ബൈ 0.693 ആണ് 1/λ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? ടി ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗറിതം 5/3 ടൈംസ് 3010 ബൈ 0.693 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് വെച്ചാൽ 2220 ആണ്. 2220 ഇയേഴ്സ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് 2220 അല്ല കേട്ടോ വരുന്നത്. അത് ലൈക്ക് റൗണ്ട് ഓഫ് ചെയ്ത് ലൈക്ക് 2218 സംതിങ് ആണ് വരുന്നത്. നമുക്കത് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഈ ആൻസർ എത്തിക്കോളും, 2220. Moving on to question number 43. An unstable particle of rest energy 1000 mega electron volt decays into a U meson and a neutrino with a mean lifetime of 0.01 microsecond. Calculate the approximate mean decay distance when the particle has a momentum of 1000 by C mega electron volt. ഓക്കെ, നമുക്ക് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ എഴുതിയെടുത്തോട്ടാ. റെസ്റ്റ് എനർജി എന്ന് പറയുന്നത് 1000 ആണ്, മീൻ ലൈഫ് ടൈം 0.01 മൈക്രോസെക്കൻഡ് ആണ്. ചെയ്താലോ? ഇതേത് ക്വസ്റ്റ്യൻ നമ്പർ 43. ക്വസ്റ്റ്യൻ നമ്പർ 43ൽ അവർ റെസ്റ്റ് എനർജി തന്നിട്ടുണ്ട്. റെസ്റ്റ് എനർജി എന്ന് പറയുന്നത് 1000 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, റെസ്റ്റ് എനർജിയുടെ ഇക്വേഷൻ എന്താ? m0c² is equal to 1000 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, നമുക്ക് ഇതിനകത്തൊന്ന് ഇതിനെ PC എന്ന് എഴുതാമല്ലോ. അപ്പം 1000, അപ്പം T is equal to 1000 by C കിടക്കട്ടെ, ആവശ്യം വരും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് എമ്മിൻ്റെ കാര്യം എഴുതാം. എം എന്ന് പറഞ്ഞാൽ എന്താ? 1000 by C². അതും കിടക്കട്ടെ, നമുക്ക് അതും ആവശ്യം വരും. ഓക്കെ, ഇനി വേറെ എന്തോ കാര്യം തന്നിട്ടുണ്ട്. നമുക്ക് വേറെ തന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ടൈം തന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. ലൈഫ് ടൈം മീൻ ലൈഫ് ടൈം ടോ ഈസ് ഈക്വൽ ടു 0.01 മൈക്രോസെക്കൻഡ് എന്ന് പറയുന്നത് 10⁻⁻8 സെക്കൻഡ് ആണ്. അത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് മീൻ ഡീകേ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം മീൻ ഡീകേ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L is equal to VT times ഗാമ. ഓക്കെ, നമുക്കൊരാളെയും കൂടെ വേണം. നമുക്ക് മൊമെൻറ്റത്തിനോട് ഇക്വേഷൻ ആണ്. മൊമെൻറ്റം is equal to ഗാമ ടൈംസ് mv. അപ്പം ഈ ഗാമ വിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ഗാമയുണ്ട്, വി ഉണ്ട്. ഓക്കെ, ഗാമ വിക്ക് പകരം അവിടെ P/m എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇട്ട് കൊടുത്താൽ L is equal to P/m times T. L is equal to P എന്താ കണ്ട, ഞാൻ പറഞ്ഞില്ല ആവശ്യമുള്ള രണ്ട് സാധനങ്ങൾ. P എന്ന് പറയുന്നത് 1000 by C യും M എന്ന് പറയുന്നത് 1000 by C²ഉം ടോ എന്ന് പറയുന്നത് 10⁻⁻8. ഒരു സി മേളിൽ പോയാൽ 3 × 10⁻8 അല്ലേ? ഒരു സിയും വെട്ടിപ്പോയി, 1000 വെട്ടിപ്പോയി, സി മേളിൽ പോവും. 3 × 10⁻8 ടൈംസ് 10⁻⁻8. ആൻസർ 3 മീറ്റർ എന്ന് വരും. മീൻ ഡിക്കേ ഡിസ്റ്റൻസ് ലൈക്ക് സിമ്പിളാണ്, വേറെ പരിപാടിയൊന്നുമില്ല. ഓക്കെ, മീറ്റർ.
Next question. The energy released in the explosion of an atom bomb consisting of uranium-235 is 10 raised to 14 joule. Each uranium-235 releases 3 neutrons per fission along with 200 mega electron volt. Calculate the total number of neutrons released in this explosion. ഞാനകത്ത് തന്നെ കുറച്ച് കാര്യങ്ങൾ എഴുതി തരാട്ടാ. അയ്യോ മാറിപ്പോയി. ഇതെല്ലാം എനിക്ക് വേണ്ട. എനർജി റിലീസ്ഡ്, ടോട്ടൽ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 10 raised to 14 ജൂളാണ്. ഓരോന്നിലും പെർ ഫിഷനിൽ 3 ന്യൂട്രോൺ വീതം ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ഫിഷനിലെയും 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉണ്ട്. അപ്പം നമ്മൾ ടോട്ടൽ എനർജി എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞുതരാം, അവിടെ പോയി പറഞ്ഞുതരാം. ഒന്ന് നോക്കി വെച്ചോട്ടോ ക്വസ്റ്റ്യൻസ് എല്ലാം. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 44 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 44 അവർ പറഞ്ഞിട്ടുണ്ട് ദ ടോട്ടൽ എനർജി എമിറ്റഡ് എന്ന് പറയുന്നത് 10 raised to 14 ജൂൾ ആണ്. അപ്പോൾ ടോട്ടൽ എനർജി എമിറ്റഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ നമ്പർ ഓഫ് ഫിഷൻസ്, എത്ര ഫിഷൻ ഉണ്ടാവുമോ, ടൈംസ് എനർജി റിലീസ്ഡ് പെർ ഫിഷൻ. ഇതാണ് നമുക്ക് വേണ്ട സാധനം. അപ്പോൾ ടോട്ടൽ എനർജി 10 raised to 14 ടൈംസ് നമ്പർ ഓഫ് ഫിഷൻ നമുക്ക് അറിഞ്ഞുകൂടാ, ടൈംസ് ദ എനർജി റിലീസ്ഡ് പെർ ഫിഷൻ എന്ന് പറയുന്നത് ഒരു ഫിഷനിൽ 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 200 മെഗാ 1.6 ഇൻറ്റു 10 raised to -19 കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം n എന്ന് പറയുന്നത് 10 raised to 14 ഡിവൈഡഡ് ബൈ 200 ടൈംസ് 10 raised to 6 ടൈംസ് 1.6 ഇൻറ്റു 10 raised to -19 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഫിഷൻ ഇതാണ് നടന്നേക്കുന്നത്. ഓരോ ഫിഷനിലും 3 ന്യൂട്രോൺ വീതം പോകുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ന്യൂട്രോൺ ആണെന്ന് ചോദിച്ചേക്കുന്നത്. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇപ്പോൾ കിട്ടിയ ആളുടെ കൂടെ ഒരു മൾട്ടിപ്ലൈ 3 ചെയ്താൽ മതി. ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് 10 raised to 14 by 200 into 10 raised to 6 into 1.6 into 10 raised to -19 times 3. അപ്പം നമുക്ക് ആൻസർ വരേണ്ടത് 9.4 into 10 raised to 24 ആണ് ആൻസർ വരേണ്ടത്. 9.4 into 10 raised to 24 ആണ് ആൻസർ വരേണ്ടത്. ആൻഡ് ഇതിൻ്റെ ആൻസർ വരേണ്ടതെന്ന് വെച്ചാൽ 3.125 into 10 raised to 24 ആണ്. ഓക്കെ, ഇതുവരെ ഓക്കെ ആണല്ലോ. 44 ശരി. (9.4 into 10 raised to 24) ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The basis vector of a 2D crystal lattice are A is equal to 2x and B is equal to x plus 2y. Get the basis vectors in the reciprocal lattice. ഇത് ചെയ്യാൻ വലിയ പരിപാടിയില്ല, പക്ഷെ കുറച്ച് മെട്രിക്സ് കുറച്ചൊന്നും നമുക്ക് കയ്യിൽ വേണം എങ്കിൽ ഇത് ചെയ്യാൻ ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്, പറഞ്ഞുതരാം. ദ ബേസിസ് വെക്ടർ ആദ്യം എഴുതാം. A is equal to 2x B is equal to x plus 2y. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് റെസിപ്രോക്കൽ ലാറ്റിസിലെ ബേസിസ് വെക്ടർ കണ്ടുപിടിക്കാനാണ്. ചെയ്യാം. Question number 45. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 45 നമുക്ക് A is equal to 2x എന്നും, ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യം കേട്ടോ. A is equal to 2x എന്നും B is equal to x plus 2y എന്നും തന്നിട്ടുണ്ട്. ഞാൻ അവരെ കോർഡിനേറ്റ്സ് ആയിട്ടൊന്ന് എഴുതട്ടെ. അപ്പോൾ A is equal to 2, എക്സിൻ്റെ ഉണ്ട്, വൈക്കില്ല. ആൻഡ് B is equal to 1, 2 ഇതിലേക്ക് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബേസിസ് വെക്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കിതിനെ ഒന്ന് മെട്രിക്സ് ആയിട്ട് എഴുതിയാലോ. ഇതെങ്ങനെ എഴുതുന്നത് വെച്ചാൽ ഇയാളെ കോളായിട്ട് എഴുതണം, 2, 0. അടുത്ത ബിയുടെ കാര്യത്തിന് രണ്ടാമത്തെ റോയിൽ കോളായിട്ട് എഴുതണം, 1,
2. രണ്ടാമത്തെ ഒരു കോളമായിട്ട് എഴുതാം. ഓക്കെ, ഇനി ബേസിസ് വെക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ബി ഈസ് ഈക്വൽ ടു 2 പൈ എ ഇൻവേഴ്സ് ട്രാൻസ്പോസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് ചെയ്താൽ മതി, ആൻസർ കിട്ടും. ആൻസർ കിട്ടുമ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെ എടുത്തെഴുതിയാൽ ആൻസർ കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എ ഇൻവേഴ്സ് ഓഫ് ട്രാൻസ്പോസ് ചെയ്യാം. അപ്പം എ ഇൻവേഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്ക്. അതായത് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും? 2 × 2 4. 4 - 0 4. 4 × 2 - 1 0 2. ഓക്കെ, ഇതാണ് എ ഇൻവേഴ്സ്. ഇനി എ ഇൻവേഴ്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചാലോ? എ ഇൻവേഴ്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് റോയും കോളും ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ എന്ത് വരും? 2 - 1 0 2. 4 × 2 - 1 0 2 എന്ന് വരും. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് ഇയാൾക്കുള്ള ആളായി ഡിറ്റർമിനൻ്റ് എങ്ങനെ 1/4 എന്നാട്ടോ എഴുതേണ്ടത്. 1 ഡിറ്റർമിനൻ്റ് എന്ന് വേണം എഴുതാൻ. 1 എഴുതാമല്ലേ? ഓക്കെ ആണല്ലോ? അപ്പം നമുക്കിനി ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ therefore b is equal to 2 പൈ ഫ്രണ്ടിൽ എഴുതി, അകത്ത് എ ഇൻവേഴ്സ് ഓഫ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ടൈംസ് 1/4 2 - 1 0 2. ഒരു 2 വെട്ടിപ്പോയി. അപ്പോൾ എന്ത് വരും? π/2 എന്ന് വെളിയിൽ വന്നു. ഓക്കെ ആണല്ലോ? അപ്പം π/2 2 - 1 0 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഗെറ്റ് ദ ബേസിസ് വെക്ടേഴ്സ് ഇൻ ദ റെസിപ്രോക്കൽ ലാറ്റിസ്. ബേസിസ് വെക്ടർ എങ്ങനെയാണ് അപ്പോൾ കണ്ടുപിടിക്കുക? അപ്പം എയുടെ ബേസിക് വെക്ടർ എന്താണെന്നറിയാമോ? എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ π/2 എഴുതുക, എന്നിട്ട് ഇങ്ങനെയുള്ള ആളെ നേരെ അങ്ങ് എഴുതുക. അതായത് 2x - y എന്ന് എഴുതുക. ഓക്കെ ആണല്ലോ? ഇനി രണ്ടാമത്തെ ആളുടെ ആണെങ്കിലോ π/2 വെളിയിലിട്ട് ഇങ്ങനെയുള്ള ആളെ നേരെ എഴുതുക. 0x + 2y. ഇതാണ് നമ്മുടെ ആൻസേഴ്സ്. π/2 × 2x - y-യും πy-യും. നോക്കാമല്ലോ ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടോ? ഉണ്ട്. ഏത് ഓപ്ഷനാണെന്നറിയാമോ? ഓപ്ഷൻ ഡി. അതായത് π/2 × 2x - y-യും πy-യും. ഓക്കെ, ഡി. π/2 × 2x - y-യും πy-യും. And now question number 46. The absolute value of velocity of electron corresponding to the point of inflection at EK diagram is. EK diagram എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എനർജി വേവ് നമ്പർ ഡയഗ്രാം എന്നാണ്. ഇൻഫ്ലക്ഷന് മുന്നേ എനർജി കൂടും. അത് കഴിഞ്ഞിട്ട് ഇൻഫ്ലക്ഷൻ്റെ ആ സമയത്ത് അതായിരിക്കും ഏറ്റവും മാക്സിമം. അതിന് ശേഷം ആഫ്റ്റർ ഇൻഫ്ലക്ഷൻ ഇത് കുറയും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു തിയറി. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ കറസ്പോണ്ടിങ് ടു ദ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ്റെ സമയത്ത് വെലോസിറ്റി വിൽ ബി വെരി മാക്സിമം അല്ല മാക്സിമം, സോറി. ഇത് ഭയങ്കര ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എല്ലായിടത്തും നിങ്ങൾ എന്തൊക്കെ പഠിക്കണമെന്ന് അറിയാവേ? ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ പഠിക്കണം, നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല് പഠിക്കണം, ഇതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു വെച്ചേക്കണം. ഈ ഡയമണ്ട് കണ്ടോ, ഇതൊക്കെ ആരുടെയാണെന്ന് അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ആ ടേബിൾ ഫുള്ളായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഈ ക്രിസ്റ്റൽസിൻ്റെ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് അറിയാവുന്നത് മാത്രമേ ചോദിക്കുകയുള്ളൂ, വേറെ ഒന്നും ചോദിക്കില്ല, നമ്മളെ കഷ്ടപ്പെടുത്തിക്കത്തില്ല. അപ്പോൾ ആ ടേബിൾ ഒന്ന് പഠിച്ചാൽ A = B = C, പിന്നെ ആൽഫ ബീറ്റ ഗാമയുടെ വാല്യൂ എൻ്റെ ഒരു 1-2 എക്സാമ്പിളോടെ പഠിച്ചു വെച്ചാൽ അടിപൊളിയാണ്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമല്ലേ? ഇത് കോർഡിനേഷൻ നമ്പർ 6 8 12. സിമ്പിൾ ക്യൂബിക്കിൻ്റെ 6, ബോഡി സെൻറ്റേർഡിൻ്റെ 8, ഫേസ് സെൻറ്റേർഡിൻ്റെ 12, ഡയമണ്ടിൻ്റെത് 4. അപ്പോൾ 6 8 12 4 എന്ന് പറയുന്നത് 2 4 1 3. നോക്കട്ടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോയെന്ന്.
2413 ഉണ്ട്. സി ഓക്കെ ആണല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്താണ്. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നാളെ ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.